മലൈക്കോട്ടെ വാല്യുവിൻ്റെ 15-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റഡി ആയിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണോ സിനിമയുടെ കളക്ഷൻ പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഫെബ്രുവരി 8-ലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 400-നടുത്തുള്ള ഷോകളാണ്, അതായത് 359ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7% മുകളിലുള്ള ഒക്യുപ്പൻസി പറയുന്നുണ്ട് സിനിമയ്ക്ക്. ഒപ്പം ഈ സിനിമയ്ക്ക് 11 ലക്ഷത്തിന് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സിൽ നിന്ന് 4ഓളം ഹൗസ്ഫുൾ ഷോസും ഇന്നലെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഗംഭീരമെന്ന് തന്നെ പറയാം. പലപ്പോഴായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരുപാട് പേര് സിനിമയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പറയുന്നു. ഡീഗ്രേഡിംഗ് എന്നോ ഒന്നും പറയില്ല, കാരണം സിനിമയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അതിനൊന്നും പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും അവിടെ മറക്കുകയാണ്. ഇഷ്ടപ്പെടാത്തവർ കൂടുതൽ നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി അത് കൊള്ളില്ല എന്ന് 1000 വട്ടം പറയുമ്പോൾ കൊള്ളാം എന്നല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനൊന്നും മിണ്ടുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് സിനിമ ഇപ്പോഴും 11 ലക്ഷം രൂപ ട്രാക്ഡ് കളക്ഷൻസ്, അതായത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻസ് ഡെയിലി വരുന്നത്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആണ് എന്നുള്ളത്. അതായത് ഈ 5 ദിവസം കൊണ്ട് കേരള തിയേറ്ററുകളിൽ നിന്ന് സിനിമ 1 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വന്നു എന്നുള്ളതാണ്. ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ വന്ന ഒരു സിനിമയ്ക്ക് ഒന്നാലോചിച്ച് നോക്കുക, വർക്കിംഗ് ഡേയ്സിൽ നിന്ന് മാത്രമായിട്ട് 1 കോടി വന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളുണ്ട്. ഈ ദിനങ്ങളിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമാണ്. അവിടെയും സമാനമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്കായിരിക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാഴ്ച സിനിമ 1.5 കോടിക്ക് മുകളിൽ നേടുന്നു എന്നുള്ളതാണ്. എന്തായാലും മലൈക്കോട്ടെ വാല്യുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീര കളക്ഷൻ തന്നെയാണ്. നമ്മൾ ഇനീഷ്യൽ കാര്യങ്ങൾ പറഞ്ഞ പോലെയല്ല, ഇനീഷ്യൽ നമ്മൾ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്താണേലും ഇപ്പോഴും നല്ല ലെവലിലുള്ള ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 2 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 15% ഓക്യുപ്പൻസി ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ബാക്കി വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിനോടകം തന്നെ 30 കോടി ക്ലബിലേക്ക് സിനിമ കയറിയിരിക്കുകയാണ്. വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ 30 കോടിയിലേക്ക് കയറിയെന്ന് വെച്ചാൽ വലിയ ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ എന്നിരുന്നാലും സിനിമ മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ബഡ്ജറ്റ് കുറവായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ സക്സസ് ആക്കാമായിരുന്ന സിനിമ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയ.